ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാഗവത സ്വരൂപത്തെ സ്വന്തമായി കിട്ടാൻ നമ്മളൊക്കെ എന്തു ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നവരാണ് വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ. ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിലേത് പറയാൻ തുടങ്ങുമ്പോൾ അപ്പം മുതൽക്ക് നമുക്ക് കേൾക്കാം, ധന്യം വൃന്ദാവനം, ധന്യം വൃന്ദാവനം, ധന്യം വൃന്ദാവനം, എത്ര ഭക്തിർ നൃത്യതി. ഭക്തിദേവി നൃത്തം ചെയ്യുന്ന സ്ഥലം വൃന്ദാവനം. അതാണ് മാഹാത്മ്യത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്. സൂതശൗനക സംവാദ രൂപത്തിലാണ് മിക്ക പുരാണങ്ങളും. അതിൽ സൂതനോട് ശൗനകാദികൾ ചോദിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം ശ്രീശുകപരീക്ഷിത് സംവാദമായി 7 ദിവസം കേട്ടതാണ് എന്ന് സൂതൻ സദസ്യരോട് തുറന്നു പറയുന്നുണ്ട്. എന്തിനാണത്? നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭാഗവതം പറയാൻ വന്ന ആചാര്യന്മാരാണ് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അഭിവന്ദ്യരായത്. അതുകൊണ്ട് ആചാര്യന്മാരെ എപ്പോഴും നമ്മൾ മാനിക്കണം, നമസ്കരിക്കണം. നമ്മളൊക്കെ വളരെ താഴെ. ആ തോന്നലിന് നേരെ വിപരീതമാണ് ഭാഗവതം നമ്മളോട് പറയണത്. ആചാര്യന്മാരെ അഭിവന്ദിക്കണ്ട എന്നുള്ളതല്ല, ആചാര്യന്മാരെ വന്ദിക്കണം. അതിലുപരി ആചാര്യന്മാർക്ക് ഭാഗവത കഥകള് പറയാൻ, അനുസ്മരിക്കാൻ ചില സങ്കേതങ്ങളും ചില സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളെ അധികം മാനിക്കണം. അത് നമുക്ക് സാധിക്കാറില്ല. ആചാര്യനായിട്ട് വന്നിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്ദിക്കുമ്പോൾ അങ്ങനെ ഞെളിയ, നന്നായി നന്നായി, നിങ്ങളും വന്നു, എന്നെ നമസ്കരിച്ചുല്ലോ. ഈ ഒരു ഭാവമാണ് ആചാര്യൻ്റെ ഉള്ളിൽ വരണതെങ്കിൽ ഭാഗവതം അത് വെട്ടിത്തിരിച്ച് പറയണു. യൂയം ദ്വിജാഗ്രാപത ഭൂരിഭാഗാഹ. ആചാര്യൻ ഭാഗ്യവാൻ, യോഗ്യൻ ഒക്കെ ആണ് ശരി, പക്ഷേ ഭൂരിഭാഗാഹ, കൂടുതൽ കൂടുതൽ കൂടുതൽ, എത്രയോ അധികം ഭാഗ്യമുള്ളവരാണ് ശ്രോതാക്കള്, വായന ഏർപ്പെടുത്തുന്നവര്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവര്. ഇത് നമ്മൾ ധരിക്കാറില്ല. നമുക്കൊക്കെ ആചാര്യന്മാരെ വന്ദിക്കാനറിയാം. അതേ സമയത്ത് ഇതിനൊരുക്കുന്ന ഓഡിയൻസിനെ, ഇതിന് സൗകര്യം ചെയ്തു തരുന്ന ഓഡിയൻസിനെ പറയുന്നില്ലേ? ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ മനു, എന്ത് പറയുന്ന സമയത്ത് അത് മുഴുവനും കേട്ടിരിക്കുന്ന ഭക്തന്മാരെ, ശ്രദ്ധാലുക്കളെ, രസികന്മാരെ, അവരെയാണ് ആദ്യം വന്ദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ആ ശ്ലോകം ചേർത്തത്. വിവത ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാഹ ഭുവി ഭാവുകാഹ. ഭൂമിയിലെ ഭാഗ്യവാന്മാരായ രസികന്മാരായ ജനങ്ങളെ, ശ്രോതാക്കളെ, നിങ്ങൾ പിബത ഭാഗവതം, ഭാഗവതം വാരിക്കോരി കുടിക്കൂ. രസം പിബത, ആലയം പിബത, മുഹുപ്പിബത, മുഹുർ 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 പിബത. മുഹുർമുഹു എന്ന് ഈ 2 തവണ ചേർത്ത് വായിക്കല അത്രേ എപ്പോഴും സുഖം. സജ്ജനങ്ങൾ പറയാറുണ്ട്. ഇവിടെ മുഹുപ്പിബത എന്ന ഒന്നേ ഉള്ളൂ. ആ മുഹു ശബ്ദത്തിന് എത്ര 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 അധ്യായങ്ങളുണ്ടോ, ശ്ലോകങ്ങളുണ്ടോ, കഥകളുണ്ടോ, അതിനൊക്കെ കൂട്ടിച്ചേർക്കാം. മുഹുർമുഹുപ്പിബത, വീണ്ടും വീണ്ടും കുടിക്കൂ, വീണ്ടും വീണ്ടും കുടിക്കൂ, രസമായിട്ട് കുടിക്കൂ. ആലയം പിബത, ലയം എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാലും ആ സമന്താൽ ലയം, അതിനപ്പുറത്തേക്കും കുടിക്കൂ. ലയം കിട്ടിയ കഴിഞ്ഞാൽ പിന്നെ നിർത്തുകയാണോ വേണ്ടത്? വലിയ സംഗീത രസികന്മാർക്ക് അത് നല്ലോണം അറിയാം. ആദ്യം സംഗീതം തുടങ്ങുമ്പോൾ 1, 2, 3 പാട്ടുകളൊക്കെ അവർ പാടും.
ആ പാടി എല്ലാം താളമേള കൊഴുപ്പുകളും ഓഡിയൻസിന്റെ ശ്രദ്ധയും ഒക്കെ യോജിച്ചു വന്നു എന്ന് പൂർണ്ണമാവുമ്പോഴാണ് അവര് മെയിൻ കച്ചേരി എന്ന് പറയില്ലേ, മെയിൻ ആയിട്ടുള്ള രാഗം താനം പല്ലവി അത് ആരംഭിക്കുള്ളൂ. ആദ്യം താനം ഒന്ന് ആ രാഗം താനം പല്ലവി ആരംഭിച്ചാൽ എന്താ കുഴപ്പമെന്ന് നമുക്ക് തോന്നും. അതാണ് ആലയം വിപത എന്ന് പറയണതിന്റെ സാരം. ലയം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആസ്വാദനം അതൊന്ന് വേറെ. രസം വിപത എന്ന് പറഞ്ഞൂലോ, അതാണ് ഭഗവതി ഗോപിമാർക്ക് അനുഭവിക്കാൻ കൊടുത്തത്. അവര് നമ്മളിപ്പോ പറഞ്ഞു കേട്ട കഥകളിൽ കൂടെ നോക്കിയാൽ അറിയാം, ഭഗവാനെ കൂടുതൽ 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 ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കണു. യശോദയുടെ അടുത്ത് മഹാവികൃതി, അയ്യോ എൻ്റെ യശോദയെ, നമ്മള് കയ്യൊട്ടി കളിക്കുമ്പോൾ പാട്ട് പാടാറുള്ള പോലെ, എങ്ങനെ സഹിക്കുന്ന യശോദേ നിന്മകനുടെ, നിന്റെ മകൻ്റെ വികൃതി കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യാതായാലോ. അവിടെ ഭാഗവതം ചേർക്കുന്നുണ്ട്. എന്താ വികൃതി എന്ന് പറഞ്ഞാൽ, മൂലപ്രകൃതി അഭികൃതി മഹദാദ്യ പ്രകൃതി വികൃതയ സപ്ത ഷോഡശകസ്തു വികാര ന പ്രകൃതി ന വികൃതി പുരുഷ. ലോകത്തിലെ ഏറ്റവും വലിയ ആ ഈശ്വരനാണ് ഇവിടെ മഹാവികൃതികളുമായിട്ട് വന്നിരിക്കുന്നത്. ഈ വികൃതികളാണ് ഈ ഉണ്ണിയുടെ പ്രകൃതി. അപ്പം പ്രകൃതിയും വികൃതിയും വേർതിരിക്കാൻ വയ്യ. മഹാപുരുഷന്റെ മൂലപ്രകൃതി പ്രധാനം വിശേഷം പ്രാഹു അവിശേഷം വിശേഷവത്. പ്രധാനം പ്രകൃതിയും പ്രാഹുരവിശേഷം വിശേഷവൽ എന്ന സാഖ്യത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു പദാണ്. അത് ശരിക്കും വൃന്ദാവനത്തിലെ ഗോപീഗോപന്മാർക്ക് മനസ്സിലായതുപോലെ, അല്ലെങ്കിൽ ധന്യം വൃന്ദാവനം എന്നുള്ള ആ അലയൊലിയില് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തതുപോലെ വേറെ എവിടെയും മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കി കൊടുത്തിട്ടുമില്ല. അതുകൊണ്ടാണ് കപിലോപദേശത്തിൽ ദേവഹൂതിക്ക് സാഖ്യയോഗം എന്ന ശാസ്ത്രതത്വം പറയുമ്പോഴും മകൻ ഉണ്ണി അമ്മയോട് സഞ്ചിന്തയിൽ ഭഗവത സ്മരണാരവിന്ദം എന്ന് പറഞ്ഞു കൊടുത്തത്. ഭഗവത സ്മരണാരവിന്ദം സഞ്ചിന്തയേൽ, അമ്മേ പ്രകൃതി മഹദ് അഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃതപി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗവും ഉച്യതേസൗ പ്രകൃത്യ എന്നൊക്കെ ഗുരുവായൂരപ്പ കപിലതനുരിതിത്വം ദേവഹൂതി നിഗാദീ ദേവഹൂതിയോട് പറഞ്ഞു. പക്ഷേ ആ ശാസ്ത്രീയമായ വിശകലനം 2 അധ്യായം കൊണ്ട് വിസ്തരിച്ചപ്പോൾ ഭഗവാന് കപിലവാസുദേവന് സാഖ്യയോഗം എന്ന ശാസ്ത്രത്തിന്റെ ആൾക്ക് സ്വയം തോന്നി, ഈ കണക്കിന് പോയാൽ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് പകരം അമ്മ അമ്പരന്ന് എന്തൊക്കെയാ ഉണ്ണി പറയണതാവോ, എനിക്കൊട്ടും മനസ്സിലാവണമെന്നില്ല, എന്നാലും ഉണ്ണി പറയണതല്ലേ കേമാണ് എന്ന് വിചാരിച്ച് പരിഭ്രമിച്ചാവും ശ്രവണം. അപ്പോൾ അതിനൊരു രസം പോരാ, ഭഗവാന് തോന്നി. രസിച്ച് കേൾക്കണമെങ്കിൽ എന്ത് വേണം? അമ്മയ്ക്ക് അമ്മയുടെ ഉണ്ണിയുടെ കാര്യം പറയണം. അമ്മയെ വൃന്ദാവനത്തിലെ യശോദയ്ക്കും നന്ദഗോപർക്കും ഒരു ഉണ്ണി ഉണ്ടായിരുന്നു, ദേവകീ വസുദേവന്മാർക്ക് ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ദേവകീ വസുദേവന്മാരുടെ ഉണ്ണിയെ പ്രകൃതി സ്വയം വൃന്ദാവനം എന്ന സ്ഥലത്തേക്ക് ഏറ്റെടുത്തു. ആ യമുനയുടെ താരാട്ടിൻ്റെ ഓളങ്ങളിലൂടെ ഇക്കരയ്ക്ക് വന്നപ്പോൾ അഷ്ടമിരോഹിണിയുടെ അന്ന് അർദ്ധരാത്രി ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിക്കാമെങ്കിൽ നല്ല അതിഗംഭീരമായ പുഴയിലെ വെള്ളം ഒഴുകുന്ന സമയത്ത് അതിന് 2ആയി മാറി നിൽക്കാനും പറ്റും എന്ന് കാണിച്ചു കൊടുത്തു. ഇത് പ്രകൃതി നിയമങ്ങളെയൊക്കെ മാറ്റി യപ്രകൃതി വികൃതി, ആ മഹാവികൃതിയായ ഉണ്ണി വസുദേവരുടെ മാറത്ത് വന്ന് ആ ചേർന്ന് കിടക്കണു. വസുദേവർ ഉണ്ണിയെ അക്കരയ്ക്ക് കൊണ്ടുപോകുമ്പോൾ
പുഴ എത്തി നോക്കാൻ ശ്രമിക്കുക അത്രേ ഓളങ്ങളെ കൊണ്ട്. എനിക്ക് ആ കാല് ഒന്ന് തൊടാൻ പറ്റുമോ വസുദേവർ മനസ്സിലെത്തും. പുഴയുടെ ഓളം ഉണ്ണിയുടെ മേത്തെങ്ങാനും മുട്ടിയാലോ ഒന്നും കൂടി മാറത്തേക്ക് ചേർത്ത് പിടിക്കും. തരായില്ല പാവം. യമുനയ്ക്ക് യമാനുജ എന്നാ ഭാഗവതത്തില് യമുനയ്ക്ക് അവിടെ പേര് കൊടുത്തിരുക. കാലന്റെ സ്വരൂപം ആയിട്ട് വരണ കാളിന്തി എന്നാണ്. അപ്പൊ കാലന്റെ കാളിന്തി ആയിട്ട് ഒഴുകി വരുമ്പോ ഉണ്ണിയുടെ കാല് തൊടാൻ പറ്റുമോ, മാറി നിൽക്കങ്ങള് എന്ന് പറയണ പോലെ. എങ്കിലും കൊതിച്ചു കാത്തിരുന്നു ആ പുഴ, അത് നേടി. അതിപ്പോ പറഞ്ഞു കേട്ടില്ലേ കഥയില്? കാളിയമർദ്ദനം എന്താ അത്? അന്ന് തൊടാൻ ശ്രമിച്ച കാല് ഇന്നാണ് തനിക്ക് അധികം തൊടാൻ കിട്ടിയത്. കൃഷ്ണ കദംബ മധുരുഷ്യ, ദാ കദംബ വൃക്ഷത്തിന്റെ മുകളിൽ കയറി തന്നിലേക്ക് ചാടി വന്നു ഉണ്ണി. വിടില്ല ഞാൻ. എന്തായിരുന്നു കാളിന്തിയുടെ ആ മാനസികമായ അവസ്ഥ എന്ന് ആലോചിക്കൂ. രസം പിബത മുഹുർപിബത. പുഴയിലേക്ക് ചാടിയ ഉണ്ണിയെ വിടുവോ കാളിന്തി? പോരാ, പട്ടകരിപ്പാട് ഫോട്ടോ എടുത്ത് പറയാനുണ്ട്. ശതയോജനകം പുഴയിലെ ഓളങ്ങള് തിരയടിച്ച് മുകളിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഒരു 100 യോജന സ്ഥലത്തേക്ക് പുഴയിലെ വെള്ളം തിരയടിച്ചു വന്നു എന്നാ പറയണത്. പുഴയിൽ വെള്ളം രണ്ടാവില്ലോ 100 യോജന സ്ഥലത്തേക്ക് അടിച്ചാൽ ഇല്ല. മുഹുർമുഹു ഉണ്ണികൃഷ്ണന്റെ ഒരു പാദത്തിന് പകരം കാളിയന്റെ 1000 ഭണങ്ങളിലും മാറി ചവിട്ടുമ്പോ ഓരോ ചവിട്ടിലും ആ തലയോടുകൂടി കിട്ടുന്നുണ്ട് പുഴയുടെ ഓളങ്ങൾക്കും ആ ഭഗവത് സ്പർശം. അപ്പൊ പുഴയുടെ ഓളങ്ങളുടെ എണ്ണം പോലെയായി കാളിയന്റെ തലയുടെ എണ്ണം പോലെ പുഴയുടെ ഓളങ്ങളും. അപ്പൊ രണ്ടും വേർതിരിച്ചറിയാതെ കണ്ടായി. പുഴ ഇങ്ങനെ ഓളമടിക്കുക, ഉണ്ണികൃഷ്ണന്റെ കാളിയന്റെ തലയിൽ എന്ന പോലെ ചവിട്ടുക. ആ തലതാണും സമുന്നമതി നിശ്വസതോരു ശോചൈ നൃത്യൻ പദ അനുനമയൻ ദമയാംബഭൂവ. അവിടെ ദമനം കിട്ടിയത് കാളിയനാണെങ്കിലോ എന്തെന്നില്ലാത്ത ആനന്ദം മുഴുവനും പൂർണ്ണമായി ലഭിച്ചത് ആ പുഴയ്ക്കായിരുന്നു. അന്നത്തെ ഗംഭീരതോയൗഘജവർമ്മിഭേനില. ഇനി ഇത് വിടാണ്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? കാളിന്തി നമുക്കിനി കേൾക്കാം. ഒരു കുളിസേമ്പരം കഴിഞ്ഞാൽ പിന്നെ സത്യഭാമ, ജാമ്പവതി, പിന്നെ ഭഗവാൻ കല്യാണം കഴിക്കണത് ഈ കാളിന്തിയുടെ പ്രതിരൂപമായിട്ട് വന്ന ദേവിയെയാണ് അല്ലേ? അപ്പൊ യമുനയ്ക്ക് അന്ന് ഭഗവാന്റെ പാദസ്പർശം കിട്ടിയപ്പോ തീർച്ചയായി വിട്ടില്ല ഞാനിനി പാദം. മുഹുപ്പിബത രസം പിബത. അപ്പൊ ചോദിക്കാണ്ട് പറ്റുമോ? രസോ വൈ സഹ. ആരാണ് ഈ രസം? എന്താണ് ഈ രസം? അത് നാവോണ്ട് പറയാൻ വയ്യ. 1000 തലയുണ്ടെങ്കിൽ 1000 തലയിൽ 2000 നാവുണ്ടെങ്കിലും പറയാൻ വയ്യ. കാളിയന്റെ കഥ അതാണെങ്കിൽ അനന്തന്റെ കഥ എന്താവും? അതാണ് അറിഞ്ഞു പറയലും അറിയാതെ പറയലും. കാളിയൻ സത്യം പറഞ്ഞാൽ ഒന്നും അറിയാതെ പറയാ. തനിക്ക് തലയിൽ നല്ല ചവിട്ട് കിട്ടിയപ്പോൾ വേദന കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. കാളിയ പത്നിമാരും ഇവിടുത്തേക്ക് ഭർത്താവിനെ തരണം ഞങ്ങളൊക്കെ ഒന്ന് മോഹമുണ്ടെങ്കിൽ ഇപ്പം നിർത്തണം, ഇല്ലെങ്കിൽ കിട്ടില്ല. ശരി, ഭഗവാൻ അനുവദിച്ചു കൊടുത്തു. അതേ സമയത്ത് കാളിയപത്നികളുടെ സ്തുതി കേട്ട് പ്രസന്നനായ ഭഗവാൻ അതിൻ്റെയും അടിയിൽ പറഞ്ഞില്ലേ, പുഴയിലെ ഓളങ്ങളെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ പുഴയിലെ ഓളങ്ങൾക്ക് കാളിയനെ മാറ്റിയാലും ഭഗവാൻ അവിടെ തന്നെ നിന്നാലും ഇനി അവിടുന്ന് വൃന്ദാവനത്തുനിന്ന് മധുരയിലേക്കോ ദ്വാരകയിലേക്കോ പോയാലും ആ പാദം സ്വന്താക്കണം, ആ പരമാനന്ദരസം മുറുകെ പിടിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് കാളിന്തിയെ കല്യാണം കഴിച്ചു എന്നിനി പറയും. അപ്പൊ ആ പരമാനന്ദരസം സഹ ഏവ, അത് തന്നെയാണ് എന്ന് ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാവാം നമുക്കിവിടെ രസോ വൈ സഹ എന്നാണ് ഒരു വിഷയമായിട്ട് തന്നിട്ടുള്ളത്. ഈശ്വരൻ ഉണ്ണികൃഷ്ണൻ വൃന്ദാവനവാസി, അവിടുത്തെ ലീലകള് അത് തന്നെയാണ് രസം. ആ ലീലകളും ആ ഭഗവാനും
അവിടുത്തെ ഭാഗവത സ്വരൂപവും അതിലെ പദമൂലങ്ങളും ഒന്നും വ്യത്യാസമില്ല. ദേവഹൂതിക്ക് കപിലൻ പറഞ്ഞു കൊടുത്തപ്പോൾ സഞ്ചിന്തയൽ ഭഗവത ചരണാരവിന്ദം എന്നാ തുടങ്ങിയത് തന്നെ. കാരണം അതിൻ്റെ രസം അറിയാവുന്നവർക്കറിയാം, കാളിന്തിക്ക് അറിയാം, ഭഗവത് പത്നിമാർക്കൊക്കെ അറിയാം. 16,108 പേർക്കും അതറിയാറായി. ആദ്യം കാളിന്തിക്ക് കിട്ടി എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ആ കാളിന്തിക്ക് കിട്ടിയ രസം ഓരോ തവണ കുളിക്കാൻ വരുന്ന പെൺകുട്ടികൾക്കും കാളിന്തി പകർന്നു കൊടുക്കും. രസോവൈസഹ രസോവൈസഹ, കുട്ടികളെ നിങ്ങളെ വെള്ളത്തിൽ നീന്തലുണ്ട്, തുടിക്കലുണ്ട്, കുളിക്കലുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഭഗവാന്റെ തൃപ്പാദം ലാളിക്കുമ്പോൾ, ഭഗവാനെ ആലിംഗനം ചെയ്യുമ്പോൾ, അവിടുത്തെ തൊട്ടു തലോടുമ്പോൾ ഉള്ള രസം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതിന് കൊതിച്ചോളൂ. കാളിന്തി തൻ്റെ അടുത്ത് കുളിക്കാൻ വരുന്ന കുട്ടികളോടൊക്കെ തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഗോപസ്ത്രീകൾക്കും ബോധ്യായി. എന്ത്? രസോവൈസഹ. ഞങ്ങൾ അതിനെന്താ വേണ്ടത്? അവരന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ഉപദേശം കിട്ടിയിത്രേ, ഭഗവതിയെ സേവിക്കുക. എവിടെ 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 ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ ദിവ്യക്ഷേത്രം ഉണ്ടോ അടുത്തൊക്കെ തിക്കിത്തിരക്കി ഞാനും ഉണ്ടായിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി കുട്ടി ഉണ്ടാവും. ഗുരുവായൂരെ പേര് തന്നെ തന്നെ എടത്ത് അരികത്ത് കാവിൽ ഭഗവതി. എടത്തരികത്ത് കാവിൽ ഭഗവതി. എങ്ങനെയാ വിടാൻ പറ്റുമോ? ജ്യേഷ്ഠനെ എവിടെ പോകുമ്പോഴും വിളിക്കും, യോഗമായേ. കൃഷ്ണാവതാരത്തിന് തൊട്ട് മുമ്പ് തന്നെ പറയണില്ലേ, യോഗമായ അമുഭാശ്രിത. ഇനി അനുസ്മരിക്കാൻ പോകുന്ന രാസലീലയുടെ അവിടെയും പറയണില്ലേ ഇതേ വാക്ക്, യോഗമായേ എന്ന് വിളിക്കാണ്ട് ഒരു കാര്യമില്ല ഭഗവാന്. അതാണ് മൂലപ്രകൃതി. ആ മൂലപ്രകൃതിയെ വിട്ട് ഒരു മഹാപുരുഷൻ നിൽക്കില്ല എന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് യജമാനനും ദാസിയും പോലെ, വേറൊരു ഭാഗത്ത് ജ്യേഷ്ഠനും അനീതിയും പോലെ, വേറൊരു ഭാഗത്താവുമ്പോഴേക്കോ അത് നമുക്ക് തീരുമാനിക്കാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാൻ എന്ന മഹാപുരുഷൻ്റെ പ്രകൃതിയെ നമുക്ക് കാണാം. കാരണം നമ്മളിൽ ഓരോ സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെ പുരുഷശക്തിയും സ്ത്രീശക്തിയും ഉണ്ടെന്ന് ചുരുക്കം. അപ്പോൾ ദിവ്യമായ ആ ശക്തിവിശേഷം സ്ത്രീലിംഗമായിട്ട് പറയണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ ശക്തിവിശേഷം ഇപ്പം നമുക്ക് ഇലക്ട്രിക് കറണ്ടിനെ ഉദാഹരിച്ച് പറഞ്ഞാൽ വേഗം മനസ്സിലാവുമല്ലോ. കറണ്ട് എല്ലാത്തിലുണ്ട്, എല്ലാ ബൾബിലും ഉണ്ട്. പക്ഷേ ഓരോന്നിലും ഓരോ തരത്തിലാണ് അത് നമുക്ക് കാട്ടിത്തരണത്, അല്ലേ? അപ്പോൾ മഹാപുരുഷന്റെ മഹാശക്തി സകല ദിക്കിലും നിറഞ്ഞു നിൽക്കണു. തൂണിലും തുരുമ്പിലും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രകൃതി മഹത് അഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃതവിദശാക്ഷി പൂരുഷ പഞ്ചവിംശ 24 തത്വങ്ങളോട് കൂടിയ പ്രകൃതി ശക്തിയായിട്ട് മഹാപുരുഷനിൽ എന്നും എപ്പോഴും നിറഞ്ഞു നിൽക്കണു. അതിനെ ഉപാസന ചെയ്യാൻ ഗോപികള് തയ്യാറായി. എങ്ങനെ? ഈ ഉണ്ണികൃഷ്ണന്റെ പൊഞ്ചിലമ്പും കൊഞ്ചലും കുഴയലും ഓടലും ചാടലും കണ്ട് 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 അവർക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ടായി. വളരെ പ്രസിദ്ധമായിട്ട് പറഞ്ഞതല്ലേ, ഒരു പഴക്കച്ചവടക്കാരി വന്ന് പഴം വേണോ കൃഷ്ണ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഉണ്ണിക്കണ്ണാന്ന് ചോദിച്ചപ്പോഴേക്കും എന്തൊരത്യാർത്തിയാർന്നു ഉണ്ണിക്ക്. പഴം വേണം. ഗോപികൾ ഓരോരുത്തരും കൊണ്ടുപോയി പഴം കൊടുക്കും, എണ്ണ കൊടുക്കും, പാല് കൊടുക്കും, തൈര് കൊടുക്കും. അതിന് പകരമായിട്ട് അവർക്ക് ധാരാളം കുടങ്ങളെ ഉടച്ചുടച്ചും കൊടുക്കും ഭഗവാൻ. വെണ്ണ തന്നതിനുള്ള പ്രതിഫലം, പാല് തന്നതിനുള്ള പ്രതിഫലം. അതെന്താ ഭഗവാൻ ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയില്ല. പണ്ടൊരു ഭക്തൻ പറഞ്ഞില്ലേ, നൂറ്റാണ്ടിൽ പാതിയോളം പൊഴിയും ഒരു അഹങ്കാര ചർക്കയ്ക്കുമേലെ നൂറ്റേൻഹ പാപനൂലിൻ കഴികളിത്. ഗോപികളുടെ വസ്ത്രം എടുത്തതിനും ഗോപികളുടെ മൺകലവും പാൽക്കലവും ഒക്കെ ഉടച്ചതിനും ഒക്കെ നല്ല വ്യാഖ്യാനം തരുന്നുണ്ട്. ആറോളം തട്ടിതേ മട്ടമൊരുമൊരുറിയാണൻ മനം കണ്ണ ചാടിക്കേറാൻ വയ്യെങ്കിൽ
നീലക്കടമിഴി കടകോലാക്കിയാലും ദയാലോ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നും. മൺകലോടച്ചു അതിലത്തെ വെണ്ണ എടുത്തു, പാൽക്കലോടച്ചു അതിലത്തെ വെണ്ണ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ വസ്ത്രം ഭഗവാൻ തട്ടിയെടുത്തു എന്ന് കേൾക്കുമ്പോഴോ അയ്യേ എങ്ങനെ ചെയ്യാറുണ്ടോ? ആൺകുട്ടികളെ സ്ത്രീകൾ കുളിക്കലെടുത്ത് പോയി അവരുടെ വസ്ത്രം എടുത്ത് ഒളിപ്പിച്ചു വയ്ക്കുക. ഗോപസ്ത്രീകൾ നല്ലോണം കളിയാക്കി, കൃഷ്ണ എന്താ ഇങ്ങനെ വികൃതി കാണിക്കുക? അപ്പൊ ഭഗവാൻ എന്താ അവിടെ മറുപടി പറഞ്ഞത്? നിങ്ങള് കുടിക്കണം പോലെ കുളിക്കണം പോലെ അടയണം പോലെ പാടയണം പോലെന്നും പറഞ്ഞ് വളരെ കേമായിട്ട് തുടങ്ങിയല്ലോ. നീ പൂജയൊക്കെ ഭഗവതി പൂജ എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് എന്താ കാണിച്ചത്? നിങ്ങൾ വസ്ത്രമില്ലാണ്ട് വെള്ളത്തിലിറങ്ങിയില്ലേ? യോ ഇതിലും വലിയൊരു മഹാപാപം. വരുണദേവനാണ് വെള്ളം എന്ന് പറഞ്ഞാൽ. വരുണദേവന്റെ അടുത്തേക്ക് അമ്മ എന്നോട് പറയാറുണ്ടല്ലോ, അപ്പൂ അങ്ങനെ വെറും ചരട് മാത്രം കെട്ടിക്കൊണ്ട് പട്ടുകോണോ വസ്ത്രമൊന്നും ധരിക്കാണ്ട് വെള്ളത്തിലിറങ്ങാൻ പാടില്ല എന്ന് അമ്മ എന്നോട് പറയാറുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾക്കൊന്നും അത് നിശ്ചയില്ലേ? വസ്ത്രമില്ലാണ്ട് വെള്ളത്തിലിറങ്ങിയാൽ വരുണനെ അപമാനിക്കലല്ലേ? ഇനിയിപ്പോൾ ഒന്നേ വഴിയുള്ളൂ. നിങ്ങൾ വരുണനെ അപമാനിച്ചത് കൊണ്ട് നിങ്ങളുടെ പൂജയൊന്നും ഭഗവതി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് സ്വീകരിക്കാറാക്കാൻ ഞാൻ നിങ്ങൾ വരിയായിട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് വസ്ത്രം വാങ്ങിച്ചാൽ മതി. ആലോചിച്ച് നോക്കൂ, എന്താ അത്? അപ്പോൾ ഭഗവാന് വാരിയെടുക്കാൻ തോന്നുന്ന വസ്ത്രമാണ് അവര് അഹങ്കാര വസ്ത്രം. ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ എന്ന് പകലിരവും അഹങ്കാര ചർക്കയ്ക്കുമേലേ നൂറ്റ വസ്ത്രം ധരിക്കണത്. അത് ഗോപികൾ മാത്രമാണോ ലോകത്ത്? ശരീരമുള്ളവർക്കൊക്കെ ഈ അഹങ്കാരത്തുണി അഹങ്കാര വസ്ത്രം ധരിക്കാണ്ട് പറ്റുമോ? അപ്പൊ നമ്മൾ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ സന്യാസിയാ, വസ്ത്രം കൂടി ഇല്ലാത്ര ദിഗംബര സന്യാസി എന്നൊന്നും ആ ദുരഭിമാനം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ ദിഗംബര സന്യാസിക്ക് എന്തെങ്കിലും ഒരു വേദന വരട്ടെ, അപ്പറിയാം വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ എന്താ അർത്ഥം? ശരീരമാകുന്ന വസ്ത്രം അത് വേണ്ട പോലെ ഭഗവാന് വാരിയെടുക്കാൻ തോന്നുന്നതാക്കണം. അതാണ് അവര് ഭഗവതിയോട് പറഞ്ഞത്. അത് ഭഗവാൻ അംഗീകരിച്ചു. കാരണം യാതൊരു കുശലം കൂടാതെ ഭഗവാൻ പറഞ്ഞത് കേട്ട് ഓരോരുത്തരായിട്ട് വന്ന് നമസ്കരിച്ചു. അതന്നെ. അപ്പൊ ഭഗവാന് സന്തോഷായി. അവരുടെ വസ്ത്രം കൊടുത്തു എന്ന് പറയുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോളാം, കാളിയനെ അനുഗ്രഹിച്ച് തലയിലൊക്കെ പാദം വെച്ച് കൊടുത്തു എന്ന് കാളിയന്റെ പത്നിമാരെ അംഗീകരിച്ചതുപോലെ അവരുടെ ഉള്ളിലെ ഏതോ ചില അഹങ്കാരങ്ങള് മതങ്ങള് ദ്വേഷമുണ്ടായിരുന്നത് ഭഗവാൻ മാറ്റിക്കൊടുത്തു. കൃഷ്ണൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നേരെയാക്കൂലോ. ഇനിയിപ്പോൾ ഭഗവതിയോടൊന്നും പറയാനില്ലാണ്ടായി അവർക്ക്. കൃഷ്ണൻ നേരിട്ട് പറഞ്ഞു, ഞാൻ സന്തോഷിച്ചു, നിങ്ങൾക്ക് വസ്ത്രം തന്നു, ഇനി നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല, സങ്കോചിക്കേണ്ടതില്ല. നമ്മൾ ചെയ്യുന്നത് തെറ്റാണാവോ ഈ കുറ്റബോധത്തോടു കൂടി ഒരു കാര്യം ചെയ്താൽ അത് ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കാൻ പാകത്തിന് ശരത്കാല പൗർണമി ദിവസങ്ങളിൽ നിങ്ങൾ വന്നോളൂ, നിങ്ങളെ ഞാൻ സ്വീകരിച്ചോളാം. രസോ വൈസ എന്നുള്ളത് ആ വാക്കില് ഗോപികൾക്ക് അനുഭൂതിയായി കിട്ടി. അപ്പൊ എന്തായി? രസസ്വരൂപനായ ഭഗവാനെ കിട്ടും. അതെന്ന് പുഴയല്ലേ നമ്മളോട് പറഞ്ഞു തന്നത്? അത് പുഴയോട് ചോദിക്കാം, കാളിന്തിയോട് ചോദിക്കാം. സാക്ഷാൽ ഭഗവാന്റെ വേണുഗാനം വൃന്ദാവനത്തില് അലയടിച്ചു തുടങ്ങി. അത് വളരെ കാലമായി. ആ വേണുഗാനം അങ്ങനെ കേൾക്കുമ്പോൾ പ്രകൃതിയിലെ ഓരോന്നിനും വരുന്ന മാറ്റം ഗോപസ്ത്രീകൾ കാണുന്നുണ്ട്. ഉണങ്ങി വാടിക്കരിഞ്ഞ പൂക്കളൊക്കെ വേണുഗാനം അങ്ങോട്ട് തുടങ്ങിയാൽ പതുക്കെ തല ഉയർത്തി നാലുപാടും നോക്കി ഒരു പുനരുജ്ജീവനം കിട്ടിയതുപോലെ ഭാഗവതത്തിലെ ആ വേണുഗാന വർണ്ണന അപാരാണ്. ഓരോ ഗോപികളും അത് കാണുന്നു, അവലോകനം ചെയ്യണു എന്നാണ് ഭാഗവതം പറയണത്. എന്ത് പ്രത്യേകം നോക്കി അവരതറിയാതെ പറയണു. അത് യശോദയോടും കൂടി പറയാൻ തുടങ്ങി കാലഘട്ടം കഴിയുന്നതോടെ. അതാണ് ആദ്യം പറഞ്ഞില്ലേ, അവർക്ക് കുറ്റബോധമുണ്ടോ? നമ്മൾ നന്ദഗോപന്റെ ഉണ്ണിയെ ഇങ്ങനെ മോഹിക്കാൻ പാടുണ്ടോ? കൃഷ്ണായ വാസുദേവായ
നന്ദഗോപകുമാരായ ഗോവിന്ദായ. അപ്പൊ നന്ദഗോപന്റെ ഉണ്ണിയെ യശോദാനന്ദനെ വെറുതെ ഇവിടുത്തെ ഈ പെണ്ണുങ്ങളെ ആഗ്രഹിക്കാൻ പാടുണ്ടോ? അതും ഭർത്താവായിട്ട്. എന്താ എന്തിനാ നമ്മളിങ്ങനെ സംശയിക്കണേ? പതിമേ ഗുരു, പതിമേ ഗുരു, പതിമേ ഗുരു. ധൈര്യമായിട്ട് അവര് പുഴ പറഞ്ഞത് തന്നു കൊടുത്തതുപോലെ ഭഗവതിയോട് പ്രാർത്ഥിച്ചു. ഭഗവതി ഏട്ടനോട് പറഞ്ഞ് ആ നിയമങ്ങളൊക്കെ പരിപാലിക്കാവുന്ന രീതിയിൽ പരിപാലിപ്പിച്ചുകൊണ്ട് അവർക്ക് വസ്ത്രം കൊടുത്തു കഴിഞ്ഞു. ഇവം വസ്ത്രാണി പീവസാവസാധ എന്നുള്ള മന്ത്രമൊക്കെ ഏതെങ്കിലും വായിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഭഗവാന്റെ മന്ത്രകോടി കൊടുക്കൽ കഴിഞ്ഞു. ഇനി പാണിഗ്രഹണം അത്രേ വേണ്ടു. അതുവരെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് ഭാഗവതം നമ്മളോട് പറയണു. മന്ത്രകോടി നമ്മളങ്ങനെ കണക്കാക്കിയാൽ മതി. എത്ര 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 കോടിത്തവണ അവർ കൃഷ്ണ 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 ജപിച്ചിട്ടുണ്ടാവും. ഭാഗവതം അതിൻ്റെ രസമയമായൊരു ഭാഷ പറയുന്നുണ്ട്. ശ്യാമസുന്ദര, ശ്യാമസുന്ദര. കൃഷ്ണൻ എന്നുള്ള വാക്കിന് കറമ്പൻ എന്നാണ് അർത്ഥം. നിങ്ങളെന്നെ കൃഷ്ണൻ എന്ന് വിളിക്കണ്ട, ശ്യാമൻ എന്ന് വിളിച്ചാലോ ഇഷ്ടമാണോ? അതിനും അത് തന്നെ അർത്ഥം. മേഘശ്യാമ സുന്ദരൻ, സുന്ദരൻ എന്ന് ചേർത്ത് വിളിക്കുമ്പോൾ അതിനൊരു മനോഹാരിത കൂടും. ശ്യാമസുന്ദരൻ എന്ന വാക്ക് ഗോപികളിട്ടതാണ് അവരുടെ ഓമനക്കുട്ടന്, അവരുടെ ശ്രീകൃഷ്ണന്, അവരുടെ വല്ലഭനായിട്ട് ഭഗവതി കൊടുക്കാൻ തയ്യാറായ ഭഗവാനെ പതിമേ ഗുരു, പതിന്നോ ഗുരു എന്നല്ല അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്ന വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല. ഓരോരുത്തരും എനിക്ക് 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 എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായ പരമാനന്ദ രസാനുഭൂതി, രസോപൈസ എന്ന് മനസ്സിലാക്കി അനുഭവിച്ചു ഗോപികൾ ഓരോരുത്തരും. ഓടക്കുഴൽവിളിയും രാസലീലയും ഇല്ലായിരുന്നെങ്കിൽ തന്നെ അവർ കുട്ടിക്കാലം മുതൽ കൃഷ്ണനെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും എന്തിന് ഓടിയെടുത്ത് കൊണ്ടുപോയി ഉമ്മ വയ്ക്കുമ്പോൾ ചുണ്ടുകൊണ്ടും ഒക്കെ ആ മധുരരസത്തെ, ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന മധുരരസത്തെ, ആ തേൻ കുട്ടിയെ അകത്താക്കിയിരുന്നു. ഗുരുവായൂരില് ഭക്തന്മാർ പറയാറുണ്ട്, സച്ചിദാനന്ദക്കട്ട എന്ന് ഗുരുവായൂരപ്പന് ഒരു പേരിട്ടത് ഈ ഗോപികളിൽ കൂടിയാവും. തീർച്ചയല്ലേ? അത് നമുക്ക് പറഞ്ഞു തരുന്ന ഗുരുനാഥന്മാരെ കാണുമ്പോഴാ നമ്മൾ ഇങ്ങനൊരു പേര് എവിടുന്ന് കിട്ടി? ഓട്ടൂരിനും ഭക്തശിരോമണി വാഴകുന്നത്തിനും ആഞ്ഞം മാധവൻ നമ്പൂരി അവർക്കും ഒക്കെ എവിടുന്ന് കിട്ടി ഈ വാക്ക്? ഗോപികളിൽ നിന്ന്, ഭാഗവതത്തിൽ നിന്ന്. സച്ചിദാനന്ദ കട്ട എന്നാണ് ഗുരുവായൂരപ്പനെ പറയുക. അപ്പൊ ആലോചിച്ച് നോക്കൂ, ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ് പട്ടേരിപ്പാട് എത്ര 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 അനിർദ്ദേശ്യേ ബ്രഹ്മണി, നിർദ്ദേശിക്കാൻ വയ്യാത്ത ബ്രഹ്മസ്വരൂപത്തിന് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ സച്ചിദാനന്ദക്കട്ട എന്ന് വന്നതോടെ സത്ത് ചിത്ത് ആനന്ദം പോരാ, അതിനൊരു കട്ട മലയാളികളായ നമുക്ക് വേണ്ടി ചേർത്തിരിക്കുന്നു. അപ്പൊ സച്ചിദാനന്ദ കുട്ടൻ അല്ലെങ്കിൽ സച്ചിദാനന്ദ കട്ടയായ ഭഗവാനെ ഗോപികളെ ആസ്വദിക്കാൻ തുടങ്ങി ചെറിയ കാലം മുതൽക്ക് തന്നെ. അതിനൊരു പൂർണ്ണരൂപം ഈ ഓടക്കുഴൽ വിളി വന്നതോടെ അവർക്കായിക്കഴിഞ്ഞു. എപ്പോഴും അവർക്കതാ ദേഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ. കാട്ടിലുള്ള ഒരു മുളം കഷ്ണല്ലേ, ആ മുളം കഷ്ണത്തിന് കൃഷ്ണന്റെ ചുണ്ടിൽ പറ്റിപ്പിടിച്ച് നിന്ന് ആ അധരസുധ ഇത്രയധികം ആസ്വദിക്കാമെങ്കിൽ ആ രസം, എൻ്റെ പൊന്നോ ഓടക്കുഴലെ, നീ ഞങ്ങൾക്കും ഒന്ന് തരണേ, ഞങ്ങൾക്കും ഒന്ന് തരണേ, ഞങ്ങൾക്കും ഒന്ന് തരണേ. അതല്ലെങ്കിൽ ഒന്നും കൂടി പറയാം, ഞങ്ങൾക്ക് നീ തരില്ലെങ്കിൽ, അതെ നീ ചെവിയിലേക്ക്, കൃഷ്ണന്റെ ചെവിയിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുകയല്ലേ, അപ്പം ആ ചെവിയിൽ കുറച്ച് ഞങ്ങളുടെ കാര്യം പറയണേ. അപ്പം ഞങ്ങൾക്ക് കൃഷ്ണൻ നേരിട്ട് തരും. നോക്കൂ, വില്വമംഗലം ഭാവന ചെയ്ത ഫോട്ടോ ആണത്. അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈ. അധരസുധ കൊണ്ട് ഈ മുളക്കഷ്ണത്തിൽ നിറയ്ക്കുന്നതിനെ ചെവിയിലെ അറ്റത്തേക്ക് ചെന്ന് ചെവിയിൽ ശൃംഗാരം പറയുന്നു ഓടക്കുഴല് എന്ന് പോലും ആക്കി കൊടുത്തു. അവൻ ചെവിയിലെ ശൃംഗാരം പറയലും അധരസുധ ആസ്വദിക്കലും
മുളക്കഷ്ണത്തിനാവാമെങ്കിൽ ഭാഗവതം പറയണു നമ്മളോട് വൈക്കോൺ ആയി, എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ എന്നൊന്ന് തോന്നട്ടെ. ഭാഗവത കഥകൾ കേൾക്കുമ്പോൾ ഇത് എവിടെയോ ഏതോ ചില ആളുകൾക്ക്, സൂതശൗനകാദികൾക്ക്, ശ്രീശുക പരീക്ഷിത് ബന്ധത്തില്, വിതുരമൈത്രേയ ബന്ധത്തില് അവിടെ പലർക്കും ഉള്ളത് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് എനിക്കും ആയിക്കൂടെ. മുളക്കക്ഷത്തിനോട് അവർ യാചിച്ചു, ഓടക്കോളിലെ നീ ചെവിയിൽ ചെല്ലുമ്പോ ഒന്ന് പറയണേ, ഞങ്ങളുടെ കാര്യം ഒന്ന് പറയണേ കൃഷ്ണനോട്. അത് മോടക്കുഴല് ആ മുളക്കഷ്ണം അത് സമ്മതിച്ചിരിക്കണു. നമ്മൾ മുളക്കഷ്ണത്തിൻ്റെ യോഗ്യത മാഹാത്മ്യത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളത് മറക്കരുത്. എന്താ അത്? പ്രേതമായിട്ട് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ, ഭാഗവതം കേട്ടിരിക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോഴത്രേ ഗോകർണം പറഞ്ഞത്, പേടിക്കണ്ട, ഇവിടെ ഒരു മുളക്കഷ്ണുണ്ട്, ആ മുളയുടെ ഉള്ളിൽ പോയിരുന്നോ. ഭാഗ്യം, സപ്താഹത്തിലെ ഓരോ ദിവസവും വൈകുന്നേരം ഓരോ മുളയുടെ കമ്പ് പൊട്ടി ഒടുവിലത്തെ ദിവസം സപ്താഹം കഴിയുമ്പോൾ അവിടെ ഉണ്ടത്രേ സാക്ഷാൽ ഭഗവാൻ നിൽക്കുന്നു. എല്ലാവരും എണീറ്റു. പോരാ, ആ ഭഗവാന് പോവാനൊരു വിമാനം വൈകുണ്ഠത്തുനിന്ന് വന്നതാത്രേ. ആരാത്, എന്താ അതെന്ന് മനസ്സിലാവാഞ്ഞപ്പോൾ ഗോകർണനെ വന്ദിച്ചുകൊണ്ട് ധുന്ധുകാരി പറഞ്ഞു, മുളയുടെ ഉള്ളിലിരുന്ന് വായനം കേട്ട അവിടുത്തെ അനിയനാണ് ഞാനിതാ ഭഗവാന്റെ ലോകത്തിലേക്ക്, ഭഗവാന്റെ തന്നെ ശരീരമായിട്ട് ഉയർന്നു പോവുകയാണ്. എന്തിനാ ഭാഗവതം അങ്ങനെ ഒരു രംഗം അവിടെ കാണിച്ചത്? മുളയുടെ ശക്തി മനസ്സിലാക്കൂ. മുളക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ തരംഗമാലകളൊക്കെ ഇത്രയും വലിയൊരു സ്വരൂപോ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഗോകർണാദികൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വിമാനം മേലോട്ടുയർന്നു. വിഷ്ണുപാർഷദന്മാർ പറഞ്ഞു അത്രേ, ഇനിയും ആരംഭിച്ചോളൂ, നിങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള ശരീരം കിട്ടും. അപ്പൊ നമുക്കൊക്കെ വേണ്ടിയാണത് ആ രംഗം അങ്ങനെ കാണിച്ചത്. മുളക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു സംഗീതം വന്നാൽ അതിന് ഇത്രയ്ക്കൊക്കെ കഴിവുണ്ടോ? ഉണ്ട്. തുമ്പില്ലാത്ത തലയ്ക്കു കാറ്റു പിടിപെട്ട് ആറ്റിൻ വഴിക്കെന്തിനോ തുമ്പിച്ചാർത്തു തുളച്ച നീ പടുമുളേ പാടുന്നു രാഗാകുലം നിൻപിച്ച് എത്ര വിചിത്രം ഉപ്പുകടലിൻ നേർക്കാടിയും പാടിയും വെമ്പിപ്പോമിവളെ തിരിച്ചരികിലെത്തിക്കാൻ നിനക്കാവതോ. പ്രേംജി എന്ന പ്രസിദ്ധനായ സിനിമാ നടൻ എം.പി. ഭട്ടതിരിപ്പാട് എഴുതിയൊരു ശ്ലോക. വൃന്ദാവനത്തിൽ അത് തെളിയിച്ചു. ആവും, നിനക്ക് ആവതോ എന്ന് ചോദിച്ചു. കവികൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. ആ മുള അവിടെ നിന്ന് ആടി പാട്ടൊക്കെ പാടുന്നുണ്ട്. അതിൻ്റെ തുളയിൽ കൂടെ വരണ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ നല്ല വിസിലായിട്ട് തോന്നുത്രേ. മുളക്കഷങ്ങൾ ആടുമ്പോൾ എൻ്റെ തുമ്പി തുളച്ച് തുളയുണ്ടായി. സാധാരണ ഇത്ര തുളാന്ന് മുളക്കക്ഷത്തിന് ഓടക്കോളിൽ വിളിക്കണമെങ്കിൽ നിർബന്ധമാണ്. ഇത് അവിടെ ഇവിടെയൊക്കെ തുളച്ച് അത് കൂടെ ശബ്ദം വരുമ്പോൾ എന്തോ ചില പി ശബ്ദം ഉണ്ടാവണത്. അങ്ങനെ നീ നിന്ന് ഓടക്കോളിൽ വിളിക്കാന്ന് വിചാരിച്ച ആടിപ്പാടി നിന്നാൽ ഈ പോകുന്ന പുഴ തിരിച്ചിങ്ങോട്ട് വരുമോ എൻ്റെ പടുമുളെ എന്ന് ചോദിച്ചു കവി. ഭാഗവതമാകുന്ന കവി, ഭാഗവതത്തിൻ്റെ കവി പറയണു, ഉവ്വ സാധിക്കും. നദ്യസ്തദാതദുപധാര്യ മുകുന്ദഗീതം ആവർത്തലക്ഷിത മനോഭവ ഭക്തവേഗ ആലിംഗനസ്ഥഗിതം ഊർമിഭുജൈർമുരാരേർ ഗൃഹന്തി പാദയുഗളം കമലോപഹാര. ഇങ്ങനൊരു ഫോട്ടോ എടുക്കാൻ ഭാഗവതകാരനല്ലാണ്ട് ആർക്കാ സാധിക്കുക? ഗോപികൾ അത് കണ്ടു. അവരതാണ് യശോദയോടൊക്കെ പറയണത്. യശോദേ തവസുതസ്സതിയദാധരബിംബേ ദത്തവേണുരണയിൽ സ്വരജാതി. നിന്റെ മകൻ കൃഷ്ണൻ വന്ന ഓടക്കോളെടുത്ത് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയാണ്ടല്ലോ. എൻ്റെ ഈശ്വര, ഞങ്ങൾ എന്താ പറയേണ്ടത്? ഈശ്വര, സകലതും അവിടേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടും. ഉണങ്ങി നിന്ന മരങ്ങളൊക്കെ പൂത്ത് തെളിച്ച് പഴങ്ങളായിട്ട് നിൽക്കുന്നുണ്ടാവും. പൂക്കളൊക്കെ താഴെ വീണ് കൃഷ്ണന്റെ അടുത്തേക്ക് പറന്നു വരും. ഈ ഒഴുകി പോകുന്ന പുഴ പൊങ്ങി 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 വലിയ വലിയ തടാകങ്ങളിൽ വെള്ളം കെട്ടിക്കുന്നതിടത്തേക്ക് നിൽക്കും. അവിടെയൊക്കെ താമരപ്പൂ ഉണ്ടാവില്ല യശോദേ. ഓളങ്ങളെ മുറിച്ചെടുക്കും താമരപ്പൂക്കള്. എന്നിട്ട് പിന്നെയും വെള്ളപ്പൊക്കം. കൃഷ്ണൻ ഓടക്കോഴിൽ വിളിക്കുമ്പോൾ ഉണ്ടാവണ കാര്യമാണ് ഞങ്ങൾ പറയണത്. എന്നിട്ട് ഗൃഹന്തി പാദയുഗളം,
കൃഷ്ണൻ എത്ര മുകളിൽ കയറി നിന്ന് ഓടക്കൊള്ളി വിളിച്ചാലും കൃഷ്ണൻ നിൽക്കണ ആ മരത്തിന്റെ ചോട്ടിലേക്ക് അങ്ങോട്ട് ഒഴുകി പോകുന്ന പുഴ ഇങ്ങോട്ട് വന്ന് കയറി വന്ദിക്കുന്നു. യശോദ ഞങ്ങൾ കാണാറുണ്ട് ഇത്. ആലോചിച്ച് നോക്കൂ ഗോപികളുടെ രസാനുഭൂതി. അപ്പോ ഏതു തരത്തിലും ഭഗവാന്റെ പാദത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഈ ഓടക്കുഴലിൻ്റെ ശബ്ദത്തിന് അനുരണനത്തിന് സാധിക്കും എന്ന് അന്നേ തെളിയിച്ചു. അതാണ് മുളയുടെ ഉള്ളിൽ നിന്ന് വന്ന ധുന്ധുകാരി കാണിച്ചു തന്നത്, ഗോകർണന് കാണിച്ചു കൊടുത്തതും. ഇതേപോലെ ഇവിടെയും ഗോപസ്ത്രീകൾ അത് കണ്ട് അത്ഭുതത്തോടെ യശോദോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരെ ഓടക്കുഴൽ വിളിച്ച് കൊണ്ടുവന്നോളാന്ന് ഭഗവാൻ പറയാതിരിക്കോ? ദിശീന്ദുരിവ പുഷ്കല, ദിശീന്ദുരിവ പുഷ്കല കൃഷ്ണാവതാരത്തിലെ ശ്ലോകാണ്. ദിശീന്ദുരിവ പുഷ്കല. അഷ്ടമിക്ക് പൂർണ്ണചന്ദ്രൻ ഉദിക്കോ? എന്താ പ്രാന്ത് പറയണേ? അഷ്ടമിക്ക് പൂർണ്ണചന്ദ്രൻ ഉദിക്കോ? അത് പൗർണമി ആവണ്ടേ? ശരി, എന്നാൽ അഷ്ടമിക്ക് പൂർണ്ണചന്ദ്രൻ ഉദിച്ചതാണ് കൃഷ്ണാവതാരം. അഷ്ടമി അല്ലെ, കൃഷ്ണാഷ്ടമിയുടെ അന്ന് അർദ്ധരാത്രി ആയപ്പോഴേക്കും എവിടുന്ന് വന്നു ചന്ദ്രൻ ഈ 16 കലകളും? അത്ഭുതപ്പെട്ടു. ചോദിക്കണ്ട, ലോകത്ത് ഇങ്ങനെ സംഭവിക്കാത്തത് ചിലത് സംഭവിക്കും. അതറിയുന്നവർക്ക് അറിയാം. അല്ലാണ്ട് എന്താ പറയാ, ദിശീന്ദിരിവ പുഷ്കല എന്ന് വെറുതെ ഒരു വാക്ക് കവി കൂട്ടിച്ചേർത്തതല്ല. അത് സത്യം, പരം ധീമഹി, പരമമായ സത്യം ഇതാണ്. കൃഷ്ണം പരം ധീമഹി തന്നമാമി ഹരിം പരം. ആ പരമസത്യാണ് പറഞ്ഞത്. അഷ്ടമിക്ക് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു. ആ പൂർണ്ണചന്ദ്രൻ ഉദിച്ചത് പിന്നതാ ഗോപികളുടെ ഹൃദയത്തിലാണ് അല്ലേ? വൃന്ദാവനത്തിലെ കല്ലോലമാലകളെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഓളം ആയിട്ട് വന്ന് തൊട്ടു തലോടാൻ ഉള്ള കൈകളായിട്ട് കണക്കാക്കി. അതുപോലെ ഞങ്ങൾക്കും സാധിക്കില്ലേ എന്ന് അവർ ഭഗവതിയോട് ചോദിച്ചു. ഭഗവതി അതിന് അനുഗ്രഹം കൊടുത്തു. അതനുസരിച്ച് പ്രിയപ്രിയായ ഇവ ദീർഘദർശന, ആ പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് ഒരു ദിവസം സന്ധ്യയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കുഴൽ ഊതി പരീക്ഷിത്തെ ശ്രീശുഖം പറയണു. കാരണം അവിടെ ശ്രീശുഖ ബ്രഹ്മഋഷിയും അല്പം അധികം വികാരഭരിതനായി. എന്താ അത്? തനിക്ക് അച്ഛൻ്റെ അടുത്ത് കയറി ചെന്നിരുന്ന് അച്ഛൻ തയ്യാറാക്കിയതൊക്കെ എനിക്ക് ഉപദേശിക്കണം എന്ന് പറഞ്ഞു തരാൻ എനിക്ക് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവാത്ത കാലത്ത് ഉണ്ണീ ശുഗ എന്നും പറഞ്ഞ അച്ഛൻ പിന്നാലെ വരും. തിരിഞ്ഞു നോക്കാതെ എങ്ങടെയെങ്കിലും അങ്ങോട്ട് പോകും. അതിൻ്റെ പിന്നിൽ ഉണ്ണി തിരിഞ്ഞു നോക്കാതെ പോവുകയും അച്ഛൻ പിന്നാലെ വരികയും ചെയ്തതിന് വ്യാസന് തന്നെ നാണം കെട്ടേണ്ടി വന്നിട്ടുണ്ട്. അപമാനിതനാവുക, അബദ്ധം പറ്റുക എന്നൊക്കെ ഉള്ള പോലെ വേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകൾ കുളിക്കുന്നിടത്ത് കൂടെ മകൻ പോയി. ഉണ്ണീ ശുഗ അവിടെ നിൽക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പിന്നാലെ. കുളിക്കുന്നിരുന്ന സ്ത്രീകളൊക്കെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ചോദിച്ചു, ഇതെന്തത് മഹർഷി, ഞങ്ങൾ കുളിക്കുന്നിടത്ത് കൂടെ വരണേ, വേറെ വല്ല വഴിക്ക് മാറിപ്പോരുതേ, കുളിക്കുന്നിടത്ത് കൂടെ തന്നെ വരണോ? അപ്പം അദ്ദേഹം ചോദിച്ചു, എൻ്റെ മകൻ ചെറുപ്പക്കാരൻ ഇതിലേ പോയപ്പോൾ നിങ്ങൾക്ക് എന്താ ഇയാൾ ഇതിലേ വരണതെന്ന് തോന്നിയില്ല. ഞാൻ ഈ വയസ്സൻ എൻ്റെ മകനെ കിട്ടാൻ വേണ്ടി ഓടി വരുമ്പോൾ നിങ്ങൾ ആ ചോദിച്ചതിന് എന്താ അർത്ഥം? അവർ പറഞ്ഞു, അതെ, അങ്ങും അങ്ങയുടെ മകനും തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ മുമ്പ് കൂടെ പോകുമ്പോൾ ഞങ്ങൾ സ്ത്രീകളാണെന്നോ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നോ കുളിക്കുകയാണെന്നോ ഒന്നും ഓർമ്മയില്ല. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാത് എന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. അതാണ് ഞങ്ങൾ കുളിക്കുകയാണ്, വസ്ത്രമില്ല, സ്ത്രീകളാണ്, അത് പുരുഷനാണ്, ഇതൊന്നും തോന്നണില്ല. അങ്ങ് വരുമ്പോൾ അത് തോന്നുന്നുണ്ട്. അപ്പൊ ആരുടെയാ കുറ്റം? ഞങ്ങളുടെ കുറ്റമല്ല, അങ്ങയുടെ ഉണ്ണിയുടെ യോഗ്യത. ആരോഗ്യം തോന്നരുത്, സത്യം പറഞ്ഞാൽ അങ്ങക്കില്ല എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. വ്യാസൻ പുത്രേതി തന്മയതയാ തരവോഭിനേതു. ഇനി വിളിച്ചു നടന്ന് ഉണ്ണിയെ വിഷമിപ്പിക്കലില്ല തീർച്ചയാക്കി ആശ്രമത്തിൽ തന്നെ വന്നിരുന്നു. ഭഗവാൻ പറയേ, വ്യാസ പേടിക്കണ്ട, ത്വദീയ തനയ ശുകവൻ മനോജ്ഞം ബ്രൂതേ, ശുകവൻ മനോജ്ഞം ബ്രൂതേ. തത്ത തത്ത പറയണ പോലെ, കിളി കിളി പറയണ പോലെ അങ്ങയുടെ
എല്ലാ പുരാണങ്ങളും പാടും. ഏതെങ്കിലും ചില പുരാണം അങ്ങിരുന്ന് വായിച്ചോളൂ, മകൻ വരുമ്പോൾ അത് കേൾക്കട്ടെ. അങ്ങയുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് ചോദിക്കും. നാരദൻ പറഞ്ഞ് വ്യാസൻ ഭാഗവതം നിർമ്മിച്ചപ്പോ ഭാഗവതത്തിലെ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കോഴി വിളിക്കുന്ന ദിവ്യരംഗം വർണ്ണിക്കുന്ന ശ്ലോകമാണത്രേ ചൊല്ലിയിരുന്നത്. അത് കേട്ട് ഈ പാറിപ്പറന്നു പോയ കിളി തിരിച്ചു വന്നു, അച്ഛൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. മഹ്യം പുത്രായ ശാന്തായ പരംഗുഹ്യം ഇതം ജഗവും ഭാഗവതത്തില് അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ശ്രീശുകൻ പറയാ, പരീക്ഷിത്തെ, ഞാൻ അച്ഛനെ ചെന്ന് നമസ്കരിച്ച് എനിക്കും അച്ഛൻ എല്ലാം ഉപദേശിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എന്നെ വാരിയെടുത്ത് മടിയിൽ വെച്ച് ഇതം ഗുഹ്യം ജഗവും, ഞാൻ കേട്ട ആ ശ്ലോകം, ബരുഹാപീഠം നടവരവു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീഞ്ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദേർ വൃന്ദാരണ്യം സ്വപചരമണം പ്രാവിശൽ ഗീതകീർത്തി എന്നുള്ളത് ഉപദേശിച്ചു തന്നു. അത് മകന് ഉപദേശിച്ചു കൊടുക്കാൻ സാധിച്ചപ്പോൾ അതോടൊപ്പം ബാക്കിയുള്ള ഭാഗവതം മുഴുവനും പൂർണ്ണമായിട്ട് ഉണ്ണിക്ക് വേണമെന്ന് തോന്നി കൊടുത്തപ്പോൾ കൃതാർത്ഥതയുടെ പൂർണ്ണതയിലേക്ക് എത്തി വേദവ്യാസൻ. അത് നാരദനറിയാം. നാരദൻ അതാണ് ഈ വൃന്ദാവനത്തിലെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോട് പറയാൻ വിട്ടുപോയത്. അതുകൊണ്ട് നാരദനെ അത് ഓർമ്മിപ്പിച്ച കഥ മാഹാത്മ്യത്തിൽ കേൾക്കാം. സനകാദികളാണ് അത് ഓർമ്മിപ്പിച്ചത്. അപ്പൊ സനകാദികൾക്ക് പൂർണ്ണത തോന്നിയ, നാരദന് പൂർണ്ണത ഉണ്ടാക്കി കൊടുത്ത, ശ്രീശുകനും പൂർണ്ണത നേടിയ ആ ഭാഗവതത്തിലെ വേണുഗാന ലോലന്റെ മുളക്കഷ്ണത്തിന് കൂടി പരമാനന്ദം ഉണ്ടാക്കി കൊടുക്കുന്ന ഓടക്കുഴൽ വിളി, അത് എല്ലാ മുളക്കഷ്ണം ഉണ്ട്. നവദ്വാര സമന്വിതമായ ഒരു മുളക്കഷ്ണമാണ് നമ്മുടെ ശരീരം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ അവകാശമായിട്ട് രസോ വൈസഹ എന്ന മട്ടിൽ കിട്ടും. അത് അന്ന് ഭഗവാൻ ബോധ്യപ്പെടുത്തി ഗോപികളെ വിളിച്ചപ്പോൾ. പൂർണ്ണചന്ദ്രൻ നിറഞ്ഞിരിക്കുന്ന ദിവസം, ശരത്കാല പൗർണമി ദിവസം, ഓടക്കുഴൽ വിളി കേട്ട് ഓരോ ഗോപികളും, കൃഷ്ണൻ നമ്മളോട് പൗർണമി ദിവസം, ശരത്കാല പൗർണമി ദിവസം വിളിക്കാന്ന് പറഞ്ഞിട്ടില്ലേ, ദേ വിളിക്കണു. ഓരോ ഗോപിക്കും ഭാഗവതം പറയണത് അനുസരിച്ച് നോക്കുമ്പോൾ 110 കോടി ഗോപികളുണ്ടെന്നൊക്കെയാണ് സജ്ജനങ്ങൾ പറയണത്. എന്തായാലും അവർക്കൊക്കെയും അവരവരുടെ പേരുകൾ അത്രയും രാഗമാലികകളുടെ പേരുകളാക്കി വിളിച്ചുകൊണ്ടേയിരിക്കണു കൃഷ്ണൻ എന്നാണ്. അനുരാഗവതികളൊക്കെ രാഗമാലികകളായി ഭഗവാന് വന്നു സമർപ്പിച്ചു. ഗൃഹന്തി പാദയുഗളം കമലോപഹാര, ഗൃഹന്തി പാദയുഗളം കമലോപഹാര. പുഴ താമരപ്പൂക്കളുമായിട്ട് വന്ന് ഭഗവാനെ ഏത് കുന്നും പുറത്തും വന്ന് പുഷ്പാഞ്ജലി ചെയ്യുമെങ്കിൽ ഈ അനുരാഗവതികള് ഇനി വെറുതെ ഇരിക്കുമോ വീട്ടില്? പരീക്ഷിത്തെ ശ്രീശുകം പറയണു, ഓടക്കുഴൽ വിളി കേട്ട് ഓരോരുത്തരും വന്നു ഭഗവാന് സമർപ്പിക്കാൻ തുടങ്ങി. അവരവരുടെ കയ്യിലുള്ള മാലകള്, പൂക്കള്, സകലതും, കുന്നിക്കുരു, മഞ്ചാടിക്കുരു, എത്ര ഇഷ്ടാ കൃഷ്ണന്. പോരണ വഴിക്ക് അതൊക്കെ വാരിക്കൊണ്ടുവന്ന് ഭഗവാന് കൊടുക്കുക. താസ്തഥ അവരെ കണ്ടു. ഭഗവാൻ പറഞ്ഞു, എന്താ എല്ലാവരും വന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്? അതെ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളൊക്കെ പാടെ എൻ്റെ അടുത്ത് ഈ സന്ധിക്ക് വന്ന് ദൃഷ്ടം വനം കുസുമിതം രാകേശകര രഞ്ജിതം യമുനാനിലൈ തരു വല്ലഭ ശോഭിതം, വൃന്ദാവനത്തിൻ്റെ ഭംഗി കാണാൻ വന്നതാണെങ്കിൽ ശരിയാ, എനിക്ക് തോന്നാറുണ്ട് ഇവിടെ എങ്ങനെ നോക്കി നിൽക്കണമെന്ന്. എന്നാലേ വേഗം ഭംഗിയൊക്കെ കണ്ടു, വേഗം ഇനി ഇരുട്ടല്ലേ, രാത്രിയായാൽ നിങ്ങളുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ ഭർത്താക്കന്മാരോ ഒക്കെ അന്വേഷിച്ചു വന്നാലോ, അതുകൊണ്ട് വേഗം പൊക്കോളൂ. യാതമാചിരം, വേഗം പോവൂ, അധികം നേരം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് ഗോപികൾക്ക് തോന്നിയത്. പരീക്ഷിത്തെ, കൃഷ്ണൻ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി കളിയാക്കുക, ഇതെന്താണ് പൊക്കോളാൻ പറയണത് എന്നങ്ങോട്ട് തോന്നിയപ്പോൾ നമ്മൾ ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട്. കാല് നിൽക്കണയിടത്തെ കാലിൻ്റെ അടിയിലത്തെ മണ്ണോടെ അങ്ങോട്ട് ഒഴുകിപ്പോയി എന്ന് തോന്നിയെന്നൊക്കെ വാസ്തവത്തിൽ ഗോപികളൊക്കെ അപ്പം തോന്നിയിട്ടുണ്ടാവും. അത് അവർ തളർന്ന് കുഴഞ്ഞ് വീണില്ല എന്ന് മാത്രം. മയുവം വിഭോരുഹതി ഭവാൻ ഗതിതും നൃശംസം,
എന്താ അങ്ങനെ ക്രൂരമായിട്ടുള്ള വാക്ക് കൃഷ്ണൻ പറയണത്? ഇനി പൊക്കോളൂ എന്ന് പറയാനാണോ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത്? എന്നാലേ ഞങ്ങൾ ഒരു കാര്യം വിളിച്ചോട് പറയാം. പാദൗപദം ന ചലതസ്തവ പാദമൂലാം ഹൃയം അധോകരവാമകിം വ. ഞങ്ങളെ അങ്ങനെ കൃഷ്ണൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ല. ഓടക്കൊള്ളി വിളിച്ചപ്പോ വേഗം വന്നു, ശരി, അതുപോലെ പോക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചേ. പോവില്ല പോവില്ല പോവില്ല. ഒരടി ഇവിടുന്ന് പിന്നാക്കം വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഭഗവാൻ അവിടുന്ന് ഓടക്കൊള്ളി കയ്യിലെടുത്ത് അങ്ങനെ എണീറ്റു. ഭാഗവതം നമ്മളോട് ചോദിക്കുന്നു, എന്നെങ്കിലും നമുക്ക് ഈ ഒരു നിലവാരം ഭാവന ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് നമ്മുടെയൊക്കെ പോരായ്മ. നമ്മളൊക്കെ വാച്ച് നോക്കി സമയം നോക്കി എപ്പോഴാണ് അവിടുന്ന് എണീറ്റ് പോവാറാവുക എന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും. കാലദേശാവധിഭ്യാം നിർമുക്തമായ ഭഗവാന്റെ അടുത്ത് വന്ന് എപ്പോഴാണ് അവിടുന്ന് പോവാറാവുക എന്ന് നോക്കണ്ട. അതല്ല നോക്കേണ്ടത്. ഉള്ള സമയത്ത് അവിടുത്തെ പൂർണ്ണമായും താൻ ശുശ്രൂഷിക്കും. അതിന് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം. പാദവും പദം ന ചലതസ്തവ പാദമൂലാൽ. ഭാഗവത സ്വരൂപനായ ഭഗവാന്റെ മുമ്പിൽ നിന്ന് പാദമൂലാൽ, പദമൂലങ്ങൾക്ക് മുമ്പിൽ നിന്ന് അടിയങ്ങൾ ഒരിക്കലും വിട്ടുപോവില്ല എന്ന് പറയണം. പദം ന ചലതസ്തവ പാദമൂലാൽ. ഭാഗവതത്തിലെ 18,000 ശ്ലോകങ്ങൾ, അതിലൊക്കെയുള്ള 32 ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും അക്ഷരങ്ങൾ, 32 അക്ഷരം ആവുമ്പോൾ ഒരു ഗ്രന്ഥം ആവും. അങ്ങനെ 18,000 എന്നൊക്കെ വെക്കുമ്പോൾ ഓരോ അക്ഷരങ്ങളെയും നമ്മൾ കണക്കാക്കൂ, ഓരോ പദങ്ങൾ. അപ്പൊ പദമൂലങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഗവത സ്വരൂപിയായ പ്രത്യക്ഷ കൃഷ്ണയേവഹി ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഈ ഗ്രന്ഥം അതൊരു ഗ്രന്ഥമല്ല, ഒരു പുസ്തകമല്ല, പ്രത്യക്ഷ കൃഷ്ണനാണ്. ഇതാണ് നമുക്ക് കയ്യിൽ കിട്ടിയ ഉണ്ണികൃഷ്ണൻ. ഈ ഉണ്ണികൃഷ്ണന്റെ ചുണ്ടത്ത് യശോദ വിരൽ വെച്ച് ചിരിപ്പിക്കണ പോലെ, ആ നുണക്കുഴി കണ്ട് ആനന്ദിക്കുന്നത് പോലെ, കിളുകിളയുള്ള ചിരി കണ്ട് സന്തോഷിക്കുന്നത് പോലെ ഓരോ പദമൂലങ്ങളിലും നമുക്ക് വിരൽ വെക്കാം, അവിടുത്തെ തിരുമുഖം കാണാം, ചിരിപ്പിക്കാം. ആ കുഞ്ഞിക്കയ്യും കാലും ഇളക്കണത് ഇങ്ങനെ കാണാം. അപ്പൊ ഭാഗവതത്തിലെ വരികളിലൂടെ നമ്മൾ വിരൽ വെക്കുമ്പോൾ ഭഗവാന്റെ തിരുമേനിയിലാണ് തൊടുന്നത് എന്നൊരു ഭാവന ആദ്യം പറഞ്ഞ പോലെ വൈക്കോണ്ട് ആയി എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാവണില്ല? അതാണ് ഗോപികളൊക്കെ ആയത്. അതുകൊണ്ട് അവർക്ക് ഒരടി ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ വയ്യാന്ന് തുറന്നു പറയാറായി. ഭഗവാൻ അത് കാരണം ചെന്ന് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറയേണ്ടി വന്നു അവരോട്. അപ്പൊ എന്തായി? ഗോപികളൊക്കെ ഇഷ്ടം പോലെ ബാഹുപ്രസാര പരിരംഭകരാളകോരു നീവി തനാലഭന നർമ്മനഖഗ്രപാതൈ. എന്തൊക്കെ 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 അവര്. അയ്യോ ദേ ആ വണ്ട് കണ്ടോ, അയ്യോ ദേ ആ പൂ കണ്ടോ, അയ്യോ ആ മരങ്ങൾ കണ്ടോ, അയ്യോ ദേ ദേ ആകാശത്തു കൂടെ പോണ ദേവന്മാര് കണ്ടോ. വിനീവ്യ എന്ന് ഗുരുവായൂര് ഒരു മഹാനുഭാവൻ കഥ പറയണ കേട്ടു. ഈ വാക്കെടുത്തിട്ട് എന്താ അത്, എങ്ങനെയത് ഈ സ്ത്രീകളൊക്കെ ആകാശത്തു കൂടെ പോകുമ്പോ ദേ കാറ്റ് വന്ന് അവരുടെ വസ്ത്രം പറിച്ചടിച്ചു കൊണ്ട് പോണു, അതുപോലും ഈ സ്ത്രീകൾ അറിയണില്ലല്ലോ. എന്താ കാരണം? കൃഷ്ണന്റെ വേണുഗാനം കേട്ടിട്ട് എന്നാ പറയണത്. ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോ ദേവന്മാര് ദേവസ്ത്രീകള് എന്തിനാ മരങ്ങൾ പോലും വിനീവ്യ വിനീവ്യ വിനീവ്യ. അവരുടെ നീവികളെ വിട്ടുകളയണം. മരം കുറച്ചു നേരം പച്ചിലകളായിട്ട് നിൽക്കും, കുറെ കഴിഞ്ഞാൽ അത് പഴുത്തിലകളാവും, താഴെ വീഴും. അപ്പോഴേക്കും തളിരിലകള്, അപ്പോഴേക്കും അതിലൊക്കെ പുഷ്പങ്ങൾ ഉണ്ടാവണു, പഴങ്ങൾ ഉണ്ടാവണു. ഇതൊക്കെ ഇങ്ങനെ ഒരു രാഗം വായിക്കുമ്പോഴേക്കും സംഭവിക്കുമോ? സംഭവിക്കും. കാരണം ആദ്യം പറഞ്ഞില്ലേ, പ്രകൃതീശ്വരൻ മഹാപുരുഷനാണ്. ഇതൊക്കെ ഭഗവാന്റെ മൂലപ്രകൃതികളിലെ ചെറിയ 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 അംശങ്ങളാണ്. സൃഷ്ടിയുടെ കാര്യത്തിൽ തൃതീയവും ചതുർത്ഥമൊക്കെ പറയുമ്പോൾ വിസ്തരിച്ച് പറയുമ്പോൾ ഇതൊക്കെ പറയും. അപ്പോൾ ഭഗവാന്റെ അംശങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള മാറ്റം ഈ ശബ്ദശ്രവണം കൊണ്ടുണ്ടാവും അതൊക്കെ ഗോപികൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെയായി ഇപ്പം അവരുടെ കഥ. ഒരടി പോവാൻ പറ്റില്ല മുമ്പ് ധൈര്യപൂർവം പറഞ്ഞപ്പോ ഭഗവാൻ പ്രകൃതിയുടെ മഹേശ്വരനായിട്ട് മഹാപുരുഷനായിട്ട് നിൽക്കുന്ന ആള് പ്രകൃതിയെ എപ്പോഴും തൊട്ട് തലോടുന്നത് പോലെ വികാരഭരിതമാക്കുന്ന ഓരോ കാലങ്ങള്
കാലം വസന്തം, ഗ്രീഷ്മം, ശരത്ത് എന്നൊക്കെ പറയണില്ലേ നമ്മൾ? ഇതൊക്കെ പ്രകൃതിക്കുണ്ടാവുന്ന മാറ്റങ്ങളാണ്. പ്രകൃതി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറുകയാണ്. പ്രകൃതിയുടെ ഇലകൾ കൊഴിയണത്, പൂക്കൾ കൊഴിയണത്, ഇതൊക്കെ ആദ്യം പറഞ്ഞത് ഓർമ്മിക്കുക, ഈ മഹാപുരുഷന് വേണ്ടിയാണ്, ഈ ഉണ്ണികൃഷ്ണന് വേണ്ടിയാണ്. അപ്പോ അതൊക്കെ ഗോപികളും അതേപോലെ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെ പോലെ ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പൊക്കോളാൻ പറയണു. പോവില്ല എന്ന് പറയാറാവണമെന്ന് ഭാഗവതം നമ്മളോട്. ഓരോരുത്തർക്കും വേണ്ടുന്ന കൊതിച്ചു കാത്തിരുന്ന നിമിഷങ്ങളുടെ അനുഭൂതി ഭാഗവതം രസം. ആദ്യം പറഞ്ഞു മറക്കരുത്, ആലയം, ആ സമന്താലയം, ലയത്തിനുപരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നൽകി. ദശമസ്കന്ധം മുഴുവനും നിരോധം, മനസ്സ് ഭഗവാനിൽ വിലയം പ്രാപിക്കല് എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കല്. ആ നിരോധത്തിൻ്റെ കഥാരൂപത്തിലുള്ള അവതരണമാണ് രാസലീല. ഓരോ ഗോപികൾക്കും ഓരോ കൃഷ്ണനായിട്ട് അങ്കന മങ്കന മന്ദര മാധവ മാധവം മാധവം ചാന്തരേണങ്കന ഇത്തമാകൽപ്പിതേ മണ്ഡലേ മധ്യഗ സഞ്ജഗൗ വേണുന ദേവകീ നന്ദന. അവരുടെ യശോദാകൃഷ്ണൻ, നന്ദനന്ദനൻ, ഗോപീനന്ദനൻ, ഗോപനന്ദനൻ, ഇതാ അവരോടൊപ്പം, അവരുടെ ശ്യാമസുന്ദരൻ അവരോടൊപ്പം. ഒരു ഗോപിയോ ഒരു കൃഷ്ണൻ, ഒരു ഗോപിയോ ഒരു കൃഷ്ണൻ, അല്ലെങ്കിൽ രണ്ട് ഗോപി നടുക്കൊരു കൃഷ്ണൻ, രണ്ട് കൃഷ്ണൻ നടുക്കൊരു ഗോപി, എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോളാനാ പറയണത്. എങ്ങനെയായാലും കാര്യം ശരിയാ. എല്ലാം കഴിഞ്ഞ് നടുവില് മണ്ഡല 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 മണ്ഡലങ്ങള്, ഗോപീമണ്ഡല മണ്ഡലം. മണ്ഡലക്കാലം ആദ്യം തുടങ്ങിയത് ഗോപസ്ത്രീകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. താവദേവകൃതമണ്ഡലേ കലിത കഞ്ചുളീക കുചമണ്ഡലേ ഗണ്ഡലോല മണികുണ്ഡലേ യുവതി മണ്ഡലേ ധപനിമണ്ഡലേ. പട്ടേരിപ്പാടും മണ്ഡലക്കാലത്തെ ആ തകർപ്പൻ ഗോപികളുടെ നൃത്തത്തെ ഇങ്ങനെയാ വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ മണ്ഡലക്കാലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആലോചിക്കുക. 41 ദിവസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിക്കും. വൃശ്ചിക മാസം 1-ാം തീയതി മുതലേ ധനുമാസം 11-ാം തീയതി വരെ, കളഭം ഗുരുവായൂർ കളഭാട്ടം വരെയുള്ള 41 ദിവസം ഗോപസ്ത്രീകള് ഭഗവാനെ കളഭമാടിച്ചതുപോലെ ഗോപസ്ത്രീകളെ ഭഗവാനും കളഭക്കുറിക്കൂട്ട് അണിയിച്ചു. അവരെ പൊട്ടുതൊടിയിച്ചു. അവരുടെ മുടി വേണ്ടതുപോലെ കെട്ടി തയ്യാറാക്കി കൊടുത്തു. വളകൾ അണിയിച്ചു, ഹാരമണിയിച്ചു, എല്ലാം അണിയിച്ചാണ് ഒരു കൃഷ്ണൻ ഒരു ഗോപി, ഒരു കൃഷ്ണൻ ഒരു ഗോപിയായിട്ട് മണ്ഡല മണ്ഡല മണ്ഡലങ്ങളായിട്ട് വട്ടം വട്ടം വട്ടമായിട്ടിരുന്നത്. ഗോപന്മാരോട് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ ഈ സൂത്രം പറഞ്ഞു കൊടുത്തിരുന്നു. എനിക്ക് കൃഷ്ണൻ്റെ അടുത്തിരിക്കണം, എനിക്ക് കൃഷ്ണൻ്റെ അടുത്തിരിക്കണം ഉണ്ണാൻ. കാട്ടിൽ ഊണ് കഴിക്കുമ്പോഴേ ഭഗവാൻ പറഞ്ഞു, അതിനൊരു സൂത്രമുണ്ട്, ഞാൻ നടുക്കിരിക്കാം, എൻ്റെ 4 പാടും ഒരു റൗണ്ട് ഗോപന്മാർ, അതിൻ്റെ പിന്നിൽ അടുത്ത റൗണ്ട് ഗോപന്മാർ, അങ്ങനെ എങ്ങനെ വട്ടത്തിൽ ഇരിക്കുക. അത് ഗോപന്മാർക്ക് ഇഷ്ടമായി. അപ്പൊ എനിക്കും ഒക്കെ കൃഷ്ണന്റെ മുമ്പിലിരിക്കാം. എല്ലാവരുടെ നേരത്തേക്കും ദീപനാളം എങ്ങനെയാ അതുപോലെയാ ഭഗവാൻ ഇരുന്നത് എന്നാ പറയണത്. അപ്പൊ ദീപനാളം 4 ഭാഗത്തേക്ക് ഒരുപോലെയാ. അപ്പൊ ഒരു ഗോപനും കൃഷ്ണൻ കിഴക്കോട്ട് തിരിഞ്ഞു പടിഞ്ഞാട്ട് തിരിഞ്ഞു എന്ന് തോന്നണില്ല. ഇതൊക്കെ നമുക്ക് ആ കിഴക്കും പടിഞ്ഞാറും ഒക്കെ കാലദേശാവധിഭ്യാം നിർമുക്തനായ ഭഗവാനുണ്ടോ അത് വല്ലതും. ഇതുപോലെ ഗോപി മണ്ഡല മണ്ഡിതനായിട്ട് നിന്നു. പെട്ടെന്ന് അവർക്ക് ഒരു നേരിയ അഹങ്കാരം വന്നു. കാണാനില്ല. നമ്മൾ പറയാം, അയ്യോ കറണ്ട് പോയി എന്ന് പറയണ പോലെ കൃഷ്ണനെ കാണാനില്ല. തോളൂ തപ്പി പിടിച്ചപ്പോൾ കണ്ടില്ല, അയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ. അത് അഹങ്കാരം കളയാനാണെന്ന് മറക്കരുത്. പ്രത്യേകം പറയേണ്ട അന്തർദധേ എന്ന വാക്ക്. ഉള്ളിൽ അവർക്ക് ഹിതൻ ആയിട്ടുള്ള ഭഗവാൻ, അന്തർഹിതേ ഭഗവതി. ഗോപികൾക്ക് ഹിതം ചെയ്യാനാണ്, അഹിതം ചെയ്യാനല്ല, തെറ്റിദ്ധരിക്കരുത്. അന്തർഹിതേ, പുറമേണ്ടായിരുന്ന ഭഗവാൻ അവരുടെ ഉള്ളിൽ കയറി ഒളിച്ചു. അയ്യോ കൃഷ്ണനെ കാണാനില്ല. തെരഞ്ഞു തെരഞ്ഞു നടന്നപ്പോഴോ രാധാഭിധം താവത ജാതകർവാം അതിപ്രിയം ഗോപവധൂം മുരാരേ. രാധാദേവിയുടെ വഴിയിൽ കിടക്കണു. അപ്പൊ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളെ കൃഷ്ണൻ കൊണ്ടുപോയിരുന്നു അല്ലേ? എനിക്ക് അപ്പം തന്നെ തോന്നി. ഒരു ഭാഗത്തെ പൂക്കളൊക്കെ പൊട്ടിച്ച് ഒരു ഭാഗത്ത് ഇരുന്ന പാട്, വേറൊരു ഭാഗത്ത് കാല എത്തി നിന്നിട്ടുള്ള പാട്, ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ ആലോചിച്ചു, ഇതൊക്കെ കൃഷ്ണൻ ഏതോ ഒരു പെണ്ണിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. നമ്മുടെ ഇടയിൽ നിന്ന്
ആരെ ഇപ്പൊ കൊണ്ടുപോയിണ്ടാവുക? ആരാധയതി ഇതി രാധ എന്നാണ്. അനയ ആരാധിതോ നൂനം. ഭാഗവതത്തിലെ വാക്കുകളുടെ മർമ്മസ്പൃക്കായിട്ടുള്ള ആ അവതരണം നോക്കൂ. ഇത് നമുക്ക് വിചാരിച്ചാൽ മതി. ആരെന്ത് അനുഭൂതികള് ഭാഗവതത്തിൽ നിന്ന്, ഗുരുവായൂരപ്പനിൽ നിന്ന്, ഉണ്ണികൃഷ്ണനിൽ നിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചോടാ, അനയ ആരാധിതോ നൂനം. അസൂയല്ല വേണ്ടത്. ഓ അയാൾക്കൊക്കെ അങ്ങനെയാവാം എന്തപ്പോ എന്നാ നമുക്ക് തോന്നുന്നത്. അതല്ല, അനയ ആരാധിതോ നൂനം. കുറെ അധികം ഭഗവാനെ നമ്മളെക്കാൾ അധികം ആരാധിച്ചിട്ടുണ്ടാവാം എന്നാ അവർക്ക് തോന്നിയത്. വീണ് കിടക്കുന്ന സ്ത്രീയെ മുഖത്ത് വെള്ളം തളിച്ച് അവര് ചോദിച്ചപ്പോ പറഞ്ഞു, ആ ആരാധിക, ആ രാധിക എന്താ പറഞ്ഞത്? നിങ്ങളാരും ഇനി അന്വേഷിച്ചു പോകണ്ട, എവിടെയെങ്കിലും ഒരിക്കലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി. അത് രാധാദേവിയുടെ ഉപദേശമായിട്ട് സ്വീകരിച്ച് എല്ലാവരും കൂടി ജയതിതേധികം ജന്മന, ഭഗവാനെ അവിടുത്തെ ജന്മം കൊണ്ട് അവിടുന്ന് എത്രമാത്രം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും കേന്ദ്രബിന്ദുവായി ശോഭിക്കണു, ആ ആകർഷണം ചെയ്ത് ആനന്ദിപ്പിക്കുന്നവനായിരിക്കണു എന്നുള്ളത് പാടിക്കൊണ്ടിരുന്നു. ആ പാട്ട് കുറെ കഴിഞ്ഞപ്പോഴേക്കും തുടരാൻ വയ്യാതെ കണ്ടായി അവർക്ക്. അതതിയൽ ഭവാനന്ഹികാനനം ത്രുടിയുഗായതേ ത്വാമപശ്യതാം. അവർ തുറന്നു പറഞ്ഞു, ഒരു നിമിഷം യുഗയുഗങ്ങളായിട്ട് ഞങ്ങൾക്ക് തോന്നണുള്ളൂ കൃഷ്ണ അവിടുത്തെ കാണാതെ എന്ന് പറഞ്ഞ വാക്കുകള് നിശബ്ദമായപ്പോൾ പരീക്ഷിത്തെ താസാം ആ വീരഭൂൽ അന്തർഹിതേ എന്ന് പറഞ്ഞത് മറക്കരുത്. ഹിതം ചെയ്യാനായിട്ട് ഒളിച്ചു കണ്ടു, ഒളിച്ചു കണ്ടു എന്ന് പറഞ്ഞ് അമ്മയുടെ സാരി പിടിച്ച് ഓരോരുത്തരും കാണാൻ വരുമ്പോൾ ഇങ്ങനെ നിൽക്കാറുണ്ട്. അവരിങ്ങനെ കൃഷ്ണനെ പറ്റി ഓരോന്ന് പറയും. കണ്ടില്ലേ കേശവ, നിന്റെ സാരി പിടിച്ച് മറിഞ്ഞൊന്ന് ഞങ്ങൾ പറയണേന് ഇങ്ങനെ കാണിക്കണ്ട്, എന്തോ കാട്ടിത്തരാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമില്ല എന്നൊക്കെ പറയേ യശോദ. അങ്ങനെ അമ്മയുടെ സാരി പിടിച്ച് മറിഞ്ഞു നിന്ന പോലെ തന്നെയുള്ളൂ ഭഗവാൻ അന്തർഹിതേ ഇപ്പൊ മറഞ്ഞത്. എല്ലാവർക്കും ഭഗവാനെ കണ്ടപ്പോ പിന്നെ പരീക്ഷിത്തെ എന്തൊക്കെയാ ചെയ്യേണ്ടത് നിശ്ചയില്ലാണ്ടായി. ചിലർ കൈ തലോടി, ചിലർ കാല് തലോടി, ചിലർ കവള് തലോടി, ചിലർ നെറ്റിയിട്ട് തൊട്ടു, ചിലർ ശിരസ്സിൽ തൊട്ടു. ഏതെങ്കിലും ഒന്ന് ഭഗവത് സ്പർശം. ചിലരൊന്നുമില്ല, നോക്കി നിന്നിങ്ങനെ കണ്ണീരൊഴുക്കുക മാത്രം. ആ നോക്കലിന് കുറച്ച് ശക്തി കൂടുമോ? അതിപ്പോൾ ആരാവും? കാജിൽ ഒരാളുടെ പേരും ശീർഷകം പറഞ്ഞില്ല. ചില വ്യാഖ്യാതാക്കള് ചന്ദ്രാവലി തുടങ്ങിയ 8 ഗോപികമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും ചെയ്തത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരു ഗോപി ശുണ്ഠിയെടുത്ത് ഇങ്ങനെ നോക്കിയിടൂ, കാത്വാമി ഹസ്പൃശേൻ, വിളിച്ചു വരുത്തിയിട്ട് ഇട്ടങ്ങോട്ട് പോയിരിക്കുന്നു. ആരാപുത്ര കാര്യമായിട്ട് നോക്കണ്ട, ഇങ്ങോട്ട് മുഖം തിരിച്ചു. സജലലോചനം വീക്ഷിതോ ഭവാൻ. ആ നോക്കണ്ടെന്ന് പരിഭവം പറഞ്ഞ് കടക്കണ്ണ കൊണ്ട് നോക്കിയത് ഭഗവാൻ വെച്ചിട്ടുണ്ട് ഉള്ളില്. അതാണ് രുക്മിണിയോട് പറയണത്. വൃന്ദാവനത്തിൽ നിന്ന് എപ്പോഴും തരാവാറുണ്ട് എൻ്റെ രുക്മിണി. ശുണ്ഠി എടുത്തിട്ടുള്ള നോട്ടം, ചുണ്ട് കടിച്ചിട്ടുള്ള നോട്ടം, പുരികം വളച്ചിട്ടുള്ള നോട്ടം, അതൊന്നും രുക്മിണിയുടെ കയ്യിൽ നിന്നും ശുണ്ഠി എടുത്തുണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്ന് രുക്മിണിയോട് തുറന്നു പറയുന്നുണ്ട് ഭഗവാൻ. അതാണ് ഈ നോട്ടം ഭാഗവതത്തിൽ പറയണത്. ദേഷ്യത്തോടെ ഭഗവാനെ നോക്കി, പുരികം വളച്ച് പല്ല് കൊണ്ട് ചുണ്ട് കടിച്ചുകൊണ്ട് എന്നാണ്. അത് ഭഗവാൻ ഹൃദയത്തിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഏത് ഭാവവും, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, അസൂയ, കുനുഷ്ഠ, കുശുംബ, ഇതൊക്കെയാണ് നമുക്ക് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. ഇത്തരം ഭാവവികാരങ്ങളും കൂടി ഭഗവാന് സമർപ്പിക്കാം എന്ന് കാണിച്ചു. ഇതാ ഭഗവാൻ ഓരോ ഗോപികളോടും കൂടെ പിന്നെ തതശ്ച കൃഷ്ണോപവനേ ജലസ്ഥല പ്രസൂനഗന്ധാനില യുഷ്ടദിക്തടേ ചാര ഭൃംഗപ്രമദാഗണാവൃതോ യഥാ മദച്ഛുദ്വിരദക്കരേണുഭി. അവിടുന്ന് എല്ലാ വണ്ടുകളോടും ഏത് പൂക്കളിലും ചെന്നിരിക്കാം കൽപ്പന കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗോപികളുടെ ആ ഭ്രമരം നീലവണ്ട് എല്ലാ ഹൃദയങ്ങളിലും ചെന്നിരുന്ന് തേൻ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കും അതാണ് രാസലീലയിൽ പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളുടെ വാക്ക്, ഞങ്ങളുടെ ഹൃദയം, ഇതൊക്കെ അവിടുത്തേക്ക് വന്ന് ആസ്വദിക്കാവുന്നതാക്കി മാറ്റണേ എന്ന്
ഗോപികൾ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഭഗവാന്റെ ആ രാസലീലയുടെ പരിപൂർണതയിൽ ബ്രഹ്മസ്വരൂപമായി നിന്ന ഓരോ ജീവനും താനാണ് താനാണ് താനാണെന്ന് തോന്നിച്ച ആ ലീല ഇത്ര മധുരമനോഹരമായി രസമായി പറഞ്ഞു തന്ന ശ്രീശുകനെയും ഇതാ നമ്മുടെ ഗുരുനാഥന്മാരായ സജ്ജനങ്ങളെയും വന്ദിച്ചുകൊണ്ട് വാക്കുകൾ അല്പസമയം വൈകി ഇവിടെ സമർപ്പിക്കുകയാണ് സജ്ജനങ്ങളുടെ മുമ്പിൽ. എല്ലാവരും ഈ വാക്കുകളുടെ ഗുണമേന്മകളെ പറ്റി ഓർക്കാതെ അത് മുഴുവനും ഗുരുവായൂരപ്പൻ ഭഗവാൻ സജ്ജനങ്ങള് ഗോപീഹൃദയങ്ങള് ഗോപഹൃദയങ്ങള് ഭഗവത് പ്രേമം നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയങ്ങള് പകർന്നു തന്നത് നമ്മളല്പം രുചിച്ചു നോക്കിയതാണ് എന്ന മട്ടിൽ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.